ഇത് കണ്ടോ, നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഗംഭീര ബാർഗെയിനിങ് നടക്കും കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ ഇറങ്ങി നിൽക്കുന്നത്. എന്തായാലും നമ്മളിതേ കുറച്ച് നേരത്തെ ബാർഗെയിനിങ് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു അടിപൊളി വ്യൂ അവിടെ നിൽക്കുമ്പോൾ കാണാം. പക്ഷേ നമ്മൾ അതുവഴി നടന്നു പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയി. അപ്പോൾ ആദ്യം പുള്ളി 30 രൂപ 40 രൂപയൊക്കെ പറഞ്ഞത് പെർ ഹെഡിന്. പിന്നെ ലാസ്റ്റ് നമുക്കിത് 20 രൂപയ്ക്ക് തന്ന് നമ്മളിത് നേരെ ഇന്ത്യ ഗേറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴികളൊക്കെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതേ കാണാം, വളരെ മനോഹരമായിട്ടുള്ള 2 സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ആ ഒരു ഫുട്പാത്ത് സൈഡിലൊക്കെ ഫുള്ള് ഗാർഡനൊക്കെ ചെയ്ത് അതുപോലുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. ഒരു അടിപൊളി ഒരു ആംബിയൻസ് ഉള്ളൊരു നല്ലൊരു വഴിയിലൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ആംബിയൻസ് ഇല്ല. പല സ്ഥലങ്ങളും നമ്മൾ മൂക്കുപൊത്തി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് കാണാനുള്ളത്. പക്ഷേ ഇതുപോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഓട്ടോ പിടിച്ച് വരുമ്പോൾ അവർ പറയുന്ന റേറ്റിലൊന്നും സമ്മതിക്കാൻ നിൽക്കേണ്ട. നമ്മളൊന്നും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പം ഒരു 10-20 ഒക്കെ കുറയ്ക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഏകദേശം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. നമുക്കിവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന കാഴ്ചയും ഒരു വിശാലമായ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ഓട്ടോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയെടുത്തതേ നമുക്ക് കാണാം ഫുള്ള് കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും പാനിപ്പൂരി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ട്രൈ ചെയ്യാൻ നമുക്ക് സമയമില്ല. നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റ് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ നമുക്കൊരാളെ കാണാൻ പറ്റി. ഒരാളൊരു ക്യാമറ ആയിട്ട് വന്നു. ഒരാളല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ അടിപൊളി ഫോട്ടോ എടുത്ത് തരാം ക്യാമറയിൽ. അതുപോലെ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ അതിന് വേണ്ടി പോകുന്ന പോക്കാട്ടോ. ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി വൈകുന്നേരമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറച്ച് പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പ് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ശരിക്കും വൈകുന്നേരം എത്താനുള്ള കാരണമുണ്ട് കേട്ടോ. വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു 7:30 കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഷോ കാണാം നമുക്ക്. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു വൈകുന്നേര സമയത്ത് എത്തിയത് കേട്ടോ. എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന പരിപാടി അടുത്ത്. ഗ്രൂപ്പ് ഫോട്ടോ എന്തെങ്കിലും കൊള്ളാം, മറ്റേതും കൊള്ളാം. ഇതിന്റെ ബാക്കിൽ ഒരാളുണ്ട്, അത് വേണ്ട, അത് കട്ട് ചെയ്തിട്ട് മറ്റേ അതിന്റെ അടുത്ത ഫോട്ടോ നേരത്തെ ഇത് കണ്ടോ. നമ്മൾ ഇവിടുത്തെ ഫോട്ടോ നമ്മളെ എടുത്ത ഫോട്ടോസൊക്കെ നമ്മളെ കാണിച്ചിട്ട് നമുക്ക് ഇതിന് ചൂസ് ചെയ്യാം ഏതൊക്കെ ഫോട്ടോ വേണമെന്ന്. അതിനകത്ത് ഒരുപാട് ഫോട്ടോ എടുക്കും. ഒരു 10-25 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഒരു 5 ഫോട്ടോ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അപ്പം തന്നെ തരും കേട്ടോ. അപ്പോൾ അതിന്റെ പൈസ മാത്രം കൊടുത്താൽ 30 രൂപ വരുന്നുള്ളൂ ഒരു ഫോട്ടോയ്ക്ക് വരുന്നത്. ये पोर्ट्रेट है ना? हाँ वो चाहिए हाँ. This one frame photo. नहीं that full size photo. This one. ഇത് കണ്ടോ, ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് വിശാലമായിട്ടുള്ള ഗാർഡൻ കാണാം. നമുക്ക് ഇവിടുത്തെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാം അല്ലേ. പിന്നെ ഇത് ഇവിടെ കണ്ടോ കുറേ പോലീസ് വണ്ടികളൊക്കെ പോകണം. എപ്പോഴും പോലീസ് വണ്ടി ബൈക്കിനകത്ത് പോകുന്നത്. അതിനകത്ത് അവർ സൈറൻ ഇട്ടൊക്കെ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് സൈറൻ ഇട്ടൊക്കെ കേട്ടോ പോകുന്നത്. നമ്മളിതേ കുറച്ച് നേരം ആ ഗാർഡൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് നേരെ ഇനി ഇവിടുന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തേക്ക് പോകാം കേട്ടോ. ഇത് കണ്ടോ, ഇവരിവിടെ റീൽസ് എടുക്കുക. പക്ഷേ ഇവിടെ ഭയങ്കര എന്ത് സംഭവമാണെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാവരും കൂടി നിൽക്കുക എന്താണോ എന്ന്. അപ്പോൾ നമുക്ക് നടന്ന് നേരെ ഇന്ത്യ ഗേറ്റിന് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തേക്ക് പോകാം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണാം ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മളിവിടെ വന്നിരുന്നത് നമ്മളെ ഡ്രോയിങ് നമ്മുടെ പടമൊക്കെ വരച്ച് തരും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ.
പക്ഷെ നമ്മളിപ്പം വന്നിട്ട് ഇവിടെ അധികം മലയാളീസിനെ ഒന്നും കണ്ടില്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ദാണ്ട് അവിടുന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ റോഡ് നമുക്ക് കാണാം. 2 സൈഡിലായിട്ട് കുറേ ഡിവൈഡർ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് കണ്ട് ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്ന ഇതിൻ്റെ ഇതൊക്കെ ആയിട്ട് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ആൾക്കാർ പോകുന്നുണ്ട്, ഭയങ്കര സൗണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് നേരെ ഇവിടുന്ന് ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ 2 വഴിയുണ്ട്. അതുവഴി ഇറങ്ങി നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറ സൈഡിൽ പോകാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് നല്ലൊരു സംഭവം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നല്ല തിരക്കുള്ള റോഡാണ്. നമ്മൾ അതുവഴി ഇത്രയും പേര് ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആവും, പിന്നെ ആക്സിഡൻറ്റുകൾ കൂടും. പക്ഷേ ഇത് കണ്ടോ, ഈ സംഭവം നമ്മൾ നിന്ന് അതായത് റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് വശം അവിടുന്ന് നമുക്ക് ഇതേ റൈറ്റിലേക്ക് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതുവഴി ഒരു അണ്ടർഗ്രൗണ്ട് പാസേജാണ്. അതുവഴി ഇറങ്ങി ഈ റോഡിൻ്റെ അടുത്തൊന്നും പോകാതെ ക്രോസ് ഒന്നും ചെയ്യേണ്ട, അണ്ടർഗ്രൗണ്ട് വഴി തന്നെ നമുക്ക് നേരെ ആ റോഡിൻ്റെ മറുവശത്ത് ഇറങ്ങാൻ പറ്റും. ഇത് കണ്ടോ, ഒത്തിരി പേര് എല്ലാവരും ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഇന്ത്യ ഗേറ്റ് കാണാൻ വരുന്ന കംപ്ലീറ്റ് ആൾക്കാർ ഇതുവഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. ഇതുണ്ട് ഈ അണ്ടർഗ്രൗണ്ട് പാസേജിനകത്ത് ഇന്ത്യ ഗേറ്റിനെ കുറിച്ചും അതുപോലുള്ള ഡൽഹിയിലെ കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ അണ്ടർഗ്രൗണ്ട് പാസേജ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലെത്തി. ഇതേ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുക കേട്ടോ. നമ്മൾ ഈ ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാം. അതായത് നമ്മുടെ 1-ാം ലോക മഹായുദ്ധത്തിലും അതുപോലെ അഫ്ഗാൻ യുദ്ധത്തിലും ത്തോളം ജവാന്മാർ മരണമടഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു സ്മാരകമാണ് കേട്ടോ നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ പേരെന്ന് പറയുന്നത് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു കേട്ടോ. അതുപോലെ ഈ യുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാ ജവാന്മാരുടെയും പേരുകൾ നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റിന് 42 മീറ്റർ ഉയരവും 9.1 മീറ്റർ വീതിയുമാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഭാരത്പൂരിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന മഞ്ഞ ചുവപ്പ് കളറുള്ള മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ എല്ലാ വർഷവും ജനുവരി 26-ന് രാഷ്ട്രപതി ഭവൻ്റെ കവാടത്തിൽ നിന്ന് റിപ്പബ്ലിക് പരേഡ് ആരംഭിച്ച് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ മറുവശം വരെയാണ് കേട്ടോ ഈ ഒരു പരേഡ് പുരോഗമിക്കുന്നത്. ഇത് കണ്ടോ, ഏകദേശം വൈകുന്നേരം ഒരു 7:30 കഴിഞ്ഞ് കേട്ടോ. 7:30 ആയാലും ഇവിടെ നല്ല വെട്ടമാണ്. 7:30 കഴിഞ്ഞ് ഒരു 8 മണിയോടുകൂടി ഇവിടെ ഇരുട്ടാവത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ അവർ ലൈറ്റിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, വൈകുന്നേരങ്ങളിൽ വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഭംഗി കാണാൻ. ആ ഭംഗി കൂട്ടുന്നത് ഈ കാണുന്ന കണക്കുള്ള നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ 2 സൈഡ് ഫുള്ള് ലൈറ്റാവും. അതുപോലെ ഇന്ത്യ ഗേറ്റിൽ ലൈറ്റ് ഷോയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കച്ചവടക്കാരും ആകപ്പാടെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റ് വരെ നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് ഇവിടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ ഇത്രയും ദൂരം അങ്ങ് വരെ നടന്നു പോയിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. നമുക്കിതേ ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്ന ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് എല്ലാവരും എന്നും ഈ ഒരു വഴി നടന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് എല്ലാവരും ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു ഗാർഡൻ ഏരിയയിലൊക്കെ റെസ്റ്റ് എടുക്കുക കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൂടുതലും ഫാമിലീസും കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഒത്തിരി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ട സാധനം കുറേ പാനിപൂരി, ബേൽപൂരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വലുതായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാടുണ്ട്, ഭയങ്കര അട്രാക്റ്റീവായിട്ട് സെറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നമുക്കങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ നോർത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് സൂഹിക്കത്തില്ല അവിടുത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ തിരിച്ചു പോകാനായിട്ടൊരു ഓട്ടോ വിളിച്ചു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന കണക്ക് തന്നെ 20 രൂപ തന്നെയാണ് തിരിച്ചു പോകുന്നതിനും. ആദ്യം അവർ 30-40 ഒക്കെ ചോദിച്ചു. പക്ഷെ നമ്മളിങ്ങോട്ട് 20 രൂപയ്ക്ക് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓക്കെ 20 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപയ്ക്ക് നമ്മളെ മെട്രോ സ്റ്റേഷൻ വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതേ അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ അത് ഇന്ത്യ ഗേറ്റ് വരാനായിട്ട് മെട്രോ സ്റ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ ഈ ഡൽഹിയിലും ഈ പരിസരത്തും ഒക്കെ വൈകുന്നേരങ്ങളിലാണ് ഇതുപോലുള്ള കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഇതുപോലെ മാമ്പഴം അങ്ങനെ അതുപോലുള്ള മാർക്കറ്റുകൾ, അതായത് പച്ചക്കറി മാർക്കറ്റുകളൊക്കെ രാത്രികളിലാണ് കുറച്ചുകൂടെ ലൈവ് ആവുന്നത്. ഇത് കണ്ടോ, രാത്രി ഒരു 8:30 കഴിഞ്ഞ് ഒരു 9 മണിയോളം ആയി. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ ഈ സമയത്ത് വന്ന് നിൽക്കുമ്പോൾ കണ്ടോ നല്ല തിരക്കാണ്. ഇതിന് മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് വരുന്ന ബസ്സുകളെല്ലാം ഔട്ട് ഓഫ് സർവീസ് എന്ന് ബോർഡ് വെച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഏകദേശം അവരുടെ ടൈമിങ് കഴിഞ്ഞ് ബസ്സൊക്കെ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ പോകുന്ന ടൈമിലായിരിക്കും നമ്മൾ ഈ ഒരു സമയത്ത്. എന്നാലും ബസ് അത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബ്ലൂ കളറ് ഇലക്ട്രിക് വെഹിക്കിളായിരിക്കും. അതാകുമ്പോൾ അത്യാവശ്യം AC കാണും, യാത്രയ്ക്ക് നമുക്ക് സുഖമാണ്. അപ്പോൾ ഇതായിരിക്കും ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഈ ഒരു വണ്ടി ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ആ ചൂടത്ത് നമുക്ക് പോകാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഈ ബസ് യാത്രയോടുകൂടി അവസാനിപ്പിക്കുന്നു. അപ്പോൾ പുതിയൊരു കാഴ്ചയുമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ അടുത്ത ദിവസം പുതിയൊരു യാത്ര പോകുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്തും എത്തിക്കുക. താങ്ക്